നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായിരുന്നു? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാഫിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഓർഗനൈസിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, പ്ലാനിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഡിറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഡിറക്റ്റിംഗ്? എന്താണ് ഡിറക്റ്റിംഗ്? നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അതൊരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനാണെന്ന് പറയാമല്ലേ. ഇനി എന്താണ് ഡിറക്റ്റിംഗ്? ഡിറക്റ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിറക്റ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ വ്യക്തികളെ കൃത്യമായി നയിക്കുന്നതിനെയോ ലീഡ് ചെയ്യുന്നതിനെയോ ആണ് എന്തെന്ന് പറയുന്നത്? ഡിറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് എന്താണ്? ഡിറക്റ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ഗൈഡിങ് ആൻഡ് ലീഡിങ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ആൻഡ് it is not just giving instruction by a superior to the subordinate, but also it is a process of supervising, guiding and motivating ആരെ? ഈ പറയുന്ന സബോർഡിനേറ്റ്സിനെ. സോ ഇത് ജസ്റ്റ് ഒരു സുപ്പീരിയർ ആ ഒരു സബോർഡിനേറ്റ്സിന് പോയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നയോ അല്ലെങ്കിൽ അവരെ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുന്നോ അല്ല. ബട്ട് എന്താണ്? ഡിറക്റ്റിംഗ് ഇൻവോൾവ്സ് സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ടു അച്ചീവ് എന്താണ്? ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സബോർഡിനേറ്റ്സിനെ അവരുടെ സുപ്പീരിയേഴ്സ് കൃത്യമായി അവരെ സൂപ്പർവൈസ് ചെയ്യുകയും അവരെ മേൽനോട്ടം വഹിക്കുകയും അവരെ നയിക്കുകയും അവർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഡിറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നെവർ ഫോർഗെറ്റ് എന്താണ്? Directing is nothing but guiding and leading the people in an organization. At the same time, it is not just giving instruction by a superior to the subordinates. പക്ഷെ എന്താണ്? ജസ്റ്റ് കേവലം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പ്രക്രിയ മാത്രമല്ല, ബട്ട് ഓൾസോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇത്രയും കാര്യം കൃത്യമായിട്ട് ഡിറക്റ്റിങ്ങിനെ പറ്റി ഓർത്തിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ പോയിൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ന്യൂമാൻ ആൻഡ് വാറൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആക്ടിവേറ്റിംഗ് എന്താണ് ഡെഫിനിഷൻ? ആക്ടിവേറ്റിംഗ് ഡീൽസ് വിത്ത് ദ സ്റ്റെപ്സ് എ മാനേജർ ടേക്സ് ടു ഗെറ്റ് സബോർഡിനേറ്റ്സ് ആൻഡ് അതേഴ്സ് ടു ക്യാരി ഔട്ട് പ്ലാൻസ്. സോ ഡെഫിനിഷൻ ഈസ് ഡിറക്റ്റിങ്ങിന് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്? ആക്ടിവേറ്റിംഗ് ഡീൽസ് വിത്ത് ദ സ്റ്റെപ്സ് എ മാനേജർ ടേക്സ് ടു ഗെറ്റ് സബോർഡിനേറ്റ്സ് ആൻഡ് അതേഴ്സ് ടു ക്യാരി ഔട്ട് പ്ലാൻസ്. ഒരു മാനേജർ അവരുടെ സബോർഡിനേറ്റ്സിനെയും മറ്റുള്ളവരെയും പ്ലാൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡിറക്റ്റിംഗ് നോക്കാം. എന്താണ് ഡിറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഡിറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ? ഈ ഡിറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ പ്രാധാന്യം ഒരു മാനേജ്മെൻറ്റിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? സോ ഇവിടെ പറയുന്നത് ഡിറക്ഷൻ ഇനീഷ്യേറ്റ്സ് ആക്ഷൻസ് ടു ഗെറ്റ് ദ ഡിസൈർഡ് റിസൾട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഡിറക്ഷനാണ് എപ്പോഴും ആക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു പ്രവൃത്തിയിൽ ആ ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഡിറക്ഷനാണ്. പിന്നെന്താണ്? ഡിറക്ഷൻ അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് മാക്സിമം ഔട്ട് ഓഫ് എംപ്ലോയീസ് ബൈ ഐഡൻറ്റിഫൈങ് ദെയർ കേപ്പബിലിറ്റീസ്. എംപ്ലോയീസിൻ്റെ മാക്സിമം കൊണ്ടുവരാനായിട്ട് ഡിറക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? പിന്നെ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള എലമെൻസിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിറക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് എവ്രി എംപ്ലോയി വർക്ക് ഫോർ ഓർഗനൈസേഷണൽ ഗോൾസ്. എല്ലാ എംപ്ലോയീസും ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നത് ഇതുവഴിയാണ്. അതുപോലെ അടുത്ത പോയിന്റ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിൽ ഡിറക്ഷൻ അല്ലെങ്കിൽ ഡിറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ആ ഓർഗനൈസേഷൻ്റെ സ്റ്റെബിലിറ്റിയും ബാലൻസും കീപ്പ് ചെയ്യാൻ ഈ ഫങ്ഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ ഡിറക്റ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ പ്രാധാന്യം. സോ ഡിറക്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്
മാനേജ്മെൻറ്റിനകത്തായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എലമെൻറ്റ്സ് ആയിട്ടുള്ള സൂപ്പർവൈസിങ്, മോട്ടിവേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവർ കംപ്ലീറ്റ് അവരുടെ ഒരു കൺട്രോൾ, മേൽനോട്ടം, അവർ ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവർ ഡയറക്റ്റ് ചെയ്ത് വിടുമ്പോഴാണ്. ഇപ്പം നമ്മൾ സ്റ്റാഫിങ് പഠിച്ചു, ഓർഗനൈസിങ് പഠിച്ചു, പ്ലാനിങ് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിച്ചതാണ് ഡയറക്റ്റിംഗ്. സോ സ്റ്റാഫിങ്ങും പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത ശേഷം നമുക്ക് കൃത്യമായിട്ട് കിട്ടും, നമ്മൾ കൃത്യമായി സോഴ്സ് ചെയ്തെടുത്ത നല്ല എംപ്ലോയീസിനെ നമുക്ക് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അവരെ കൃത്യമായി ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് അവരെ ലീഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ഓർഗനൈസിങ്, പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് സ്റ്റാഫിംഗ് ഈ 4 ഫങ്ഷൻസും കൃത്യമായിട്ട് നോക്കുക. ഇനി അടുത്ത ഫങ്ഷൻസ് നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിൽ നോക്കാം. സോ താങ്ക് യു സ്റ്റുഡൻസ്.